ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഗ്രാമർ തെറ്റി പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ഇന്നു മുതൽ ഈസിയായി ഗ്രാമർ മനസ്സിലാക്കാനും പഠിക്കാനും സംസാരിക്കാനുമുള്ള ക്ലാസ്സസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ ഗ്രാമർ നിയമങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നിത്യജീവിതത്തിലെ 10 കാര്യങ്ങൾ എങ്ങനെ 3 കാലങ്ങളിലും, അതായത് 3 ടെൻസിലും കൃത്യമായി ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം മലയാളം പറയും, അത് കഴിഞ്ഞ് അതിന്റെ ഇംഗ്ലീഷ് പറയും. എന്റെ ഒപ്പം നിങ്ങളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഞാൻ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. ഐ ഈറ്റ് റൈസ് എവ്രി ഡേ. ഐ ഈറ്റ് റൈസ് എവ്രി ഡേ. ഇവിടെ എവ്രി ഡേ എന്നാൽ ദിവസവും എന്നാണ് അർത്ഥം. എന്നും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. ഐ ഈറ്റ് റൈസ് എവ്രി ഡേ. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചു. ഐ എയ്റ്റ് റൈസ് യെസ്റ്റർഡേ. ഐ എയ്റ്റ് റൈസ് യെസ്റ്റർഡേ. കഴിഞ്ഞുപോയ കാര്യമാണ്, അതുകൊണ്ട് ഈറ്റ് എന്ന വാക്ക് മാറ്റി എയ്റ്റ് എന്ന് പറയണം. സ്പെല്ലിംഗ് മാറിയത് കണ്ടോ? ഈറ്റ് എന്നത് പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ എയ്റ്റ്. യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചു. ഐ എയ്റ്റ് റൈസ് യെസ്റ്റർഡേ. ഞാൻ നാളെ ചോറ് കഴിക്കും. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് വാക്കുകൾക്ക് മാറ്റമില്ല, പക്ഷേ മുന്നിൽ വിൽ എന്ന് ചേർക്കണം. വിൽ ഈറ്റ്. ടുമോറോ എന്ന് വച്ചാൽ നാളെ. ഞാൻ നാളെ ചോറ് കഴിക്കും. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഇതൊരു ശീലമാണ്, അതുകൊണ്ട് ഡ്രിങ്ക് എന്ന് ലളിതമായി പറയാം. മോർണിംഗ് എന്നാൽ രാവിലെ. ഞാൻ രാവിലെ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ഞാൻ ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് ടീ. ഐ ഡ്രാങ്ക് ടീ. ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡ്രിങ്ക് എന്നത് പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ ഡ്രാങ്ക് ആയി മാറി. ഡ്രിങ്ക്, ഡ്രാങ്ക്. ഞാൻ ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് ടീ. ഞാൻ ഇനി ചായ കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് ടീ. ഭാവിയായതുകൊണ്ട് ഡ്രിങ്കിന് മുൻപിൽ വിൽ വന്നു. വിൽ ഡ്രിങ്ക്. ഞാനിനി ചായ കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് ടീ. ഞാൻ 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് അറ്റ് 10 PM. പതിവായി 10 മണിക്കാണ് ഉറങ്ങുന്നത്. സമയം പറയുമ്പോൾ ആറ്റ് ചേർക്കാൻ മറക്കരുത്. ഞാൻ 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്പ് അറ്റ് 10 PM. ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് ഏർലി യെസ്റ്റർഡേ. ഉറങ്ങിപ്പോയി. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. സ്ലീപ്പ് മാറ്റി സ്ലെപ്റ്റ് എന്നാക്കണം. സ്ലീപ്പ്, സ്ലെപ്റ്റ്. ഏർലി എന്ന് വെച്ചാൽ നേരത്തെ. യെസ്റ്റർഡേ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. എന്താണർത്ഥം? ഇന്നലെ. അപ്പോൾ ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് ഏർലി യെസ്റ്റർഡേ. ഞാൻ ഇന്ന് വൈകിയേ ഉറങ്ങൂ. ഐ വിൽ സ്ലീപ്പ് ലേറ്റ് ടുഡേ. ഇവിടെയും നിയമം ഈസിയാണ്. സ്ലീപ്പിന് മുൻപിൽ വിൽ ചേർത്താൽ ഫ്യൂച്ചർ ടെൻസ് ആയി. വിൽ സ്ലീപ്പ്. ടുഡേ എന്നുവെച്ചാൽ ഇന്ന്. ഞാൻ ഇന്ന് വൈകിയേ ഉറങ്ങൂ. ഐ വിൽ സ്ലീപ്പ് ലേറ്റ് ടുഡേ. ഞാൻ ദിവസവും പാചകം ചെയ്യാറുണ്ട്. ഐ കുക്ക് എവ്രി ഡേ. ഇതൊരു സ്ഥിരം ജോലിയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. കുക്ക് എന്നു മാത്രം മതി. ഞാൻ ദിവസവും പാചകം ചെയ്യാറുണ്ട്. ഐ കുക്ക് എവ്രി ഡേ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഐ കുക്ക്ഡ് ബിരിയാണി. ശ്രദ്ധിക്കുക, ഇവിടെ വാക്ക് മാറുന്നില്ല. കുക്ക് എന്നതിന്റെ കൂടെ ഇഡി ചേർത്താൽ പാസ്റ്റ് ടെൻസ് കിട്ടും. കുക്ക്ഡ്. കുക്ക്, കുക്ക്ഡ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കി. ഐ കുക്ക്ഡ് ബിരിയാണി.
ഞാൻ അത്താഴമുണ്ടാക്കും. ഐ വിൽ കുക്ക് ഡിന്നർ. നാളെ അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന കാര്യമാണ്. ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ വിൽ കുക്ക് എന്ന് പറയണം. ഞാൻ അത്താഴമുണ്ടാക്കും. ഐ വിൽ കുക്ക് ഡിന്നർ. ഞാൻ പച്ചക്കറി വാങ്ങാറുണ്ട്. ഐ ബൈ വെജിറ്റബിൾസ്. വാങ്ങുക എന്നതിന് ബൈ എന്ന് പറയുന്നു. ഞാൻ പച്ചക്കറി വാങ്ങാറുണ്ട്. ഐ ബൈ വെജിറ്റബിൾസ്. ഞാൻ പാൽ വാങ്ങി. ഐ ബോട്ട് മിൽക്ക്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണല്ലേ, കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ ബൈ എന്നതിന്റെ പാസ്റ്റ് ആണ് ബോട്ട്. ബൈ ബോട്ട്. ഞാൻ പാൽ വാങ്ങി. ഐ ബോട്ട് മിൽക്ക്. ഞാൻ പുതിയ ഫോൺ വാങ്ങും. ഐ വിൽ ബൈ എ ന്യൂ ഫോൺ. ഇവിടെ ഫ്യൂച്ചർ ടെൻസ്, നമ്മൾ വിൽ ചേർത്തു. ഭാവിയിലേക്ക് പറയാൻ വിൽ ബൈ എന്നുപയോഗിക്കാം. ഞാൻ പുതിയ ഫോൺ വാങ്ങും. ഐ വിൽ ബൈ എ ന്യൂ ഫോൺ. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. ഐ ഗോ ടു ദ ടെമ്പിൾ. ഒരു സ്ഥലത്തേക്ക് എന്ന് കാണിക്കാൻ ടു ഉപയോഗിക്കണം. ഗോ ടു ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. ഐ ഗോ ടു ദ ടെമ്പിൾ. ഞാൻ കടയിൽ പോയി. ഐ വെന്റ് ടു ദ ഷോപ്പ്. ഐ വെന്റ് ടു ദ ഷോപ്പ്. ഇവിടെ വലിയൊരു മാറ്റമുണ്ട്. ഗോ എന്നതിന്റെ പാസ്റ്റ് വെന്റ് എന്നാണ്. ഗോഡ് എന്ന് പറയരുത്, തെറ്റാണ്. ഗോ, വെന്റ്. ഞാൻ കടയിൽ പോയി. ഐ വെന്റ് ടു ദ ഷോപ്പ്. ഞാൻ ആശുപത്രിയിൽ പോകും. ഐ വിൽ ഗോ ടു ദ ഹോസ്പിറ്റൽ. ഐ വിൽ ഗോ ടു ദ ഹോസ്പിറ്റൽ. ഇനി പോകും എന്ന് പറയാൻ വിൽ ഗോ. ഞാൻ ആശുപത്രിയിൽ പോകും. ഐ വിൽ ഗോ ടു ദ ഹോസ്പിറ്റൽ. ഞാൻ മകനെ വിളിക്കാറുണ്ട്. ഐ കോൾ മൈ സൺ. ഐ കോൾ മൈ സൺ. വിളിക്കുക എന്നാൽ കോൾ. സൺ മകൻ, ഡോട്ടർ മകൾ. ഞാൻ മകനെ വിളിക്കാറുണ്ട്. ഐ കോൾ മൈ സൺ. ഞാൻ ഇന്നലെ വിളിച്ചു. ഐ കോൾഡ് യെസ്റ്റർഡേ. ഐ കോൾഡ് യെസ്റ്റർഡേ. ഇവിടെ പാസ്റ്റ് ടെൻസിൽ വിളിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ കോളിന്റെ കൂടെ ഇഡി ചേർത്താൽ മതി. കോൾഡ്. ഞാൻ ഇന്നലെ വിളിച്ചു. ഐ കോൾഡ് യെസ്റ്റർഡേ. ഞാൻ തിരിച്ചു വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. ഐ വിൽ കോൾ യു ബാക്ക്. ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ ഇത്. പിന്നെ വിളിക്കാം എന്ന് പറയാൻ വിൽ കോൾ ഉപയോഗിക്കണം. ഞാൻ തിരിച്ചു വിളിക്കാം. ഐ വിൽ കോൾ യു ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്ന് പറയണേ. ഈ രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചാൽ ഗ്രാമർ ഒന്നും പേടിയില്ലാതെ പ്രാക്ടീസ് ചെയ്ത് ഈസിയായി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെയുള്ള ക്ലാസുകൾ ഇനിയും വേണോ എന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.